നമസ്കാരം കൂട്ടുകാരെ, സജി ക്രിയേഷൻസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം വാട്സപ്പുമായിട്ട് സംബന്ധപ്പെടുന്ന ചെറിയൊരു അറിവാണ് ഇവിടെ പരിചയപ്പെടുവാൻ വേണ്ടി പോകുന്നത്. അതിനു മുൻപായിട്ട് എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തില്ലാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായും അവർ ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ മുകളിൽ കാണുന്ന 3 ഡോട്ട് പോർഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്ത് ആദ്യത്തെ 3 ഓപ്ഷനുകൾ എനേബിൾ ചെയ്ത് വയ്ക്കുക. എങ്കിൽ മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന പോസ്റ്റുകൾ തൽക്ഷണം തന്നെ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ യൂട്യൂബ് ഓപ്പൺ ചെയ്തുകൊണ്ട് സജി ക്രിയേഷൻസ് എന്ന് സെർച്ച് ചെയ്ത് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിലൂടെയും നിങ്ങൾക്ക് അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന പോസ്റ്റുകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. തുടർന്ന് എൻ്റെ പേജ് നിങ്ങൾ സെർച്ച് ബാറിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലേക്ക് എൻ്റെ ഫേസ്ബുക്ക് പേജിൻ്റെയും യൂട്യൂബ് ചാനലിൻ്റെയും ലിങ്കുകൾ വയ്ക്കുന്നുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നേരിട്ട് ഫേസ്ബുക്ക് പേജ് വ്യൂ ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സാധിക്കും. അപ്പോൾ നാം ഇന്ന് പഠിക്കുവാൻ വേണ്ടി പോകുന്നത് നമുക്ക് വാട്സപ്പിലൂടെ എംപ്റ്റി മെസ്സേജുകൾ എങ്ങനെ അയക്കാം എന്നുള്ളതാണ്. നാം നമ്മുടെ സുഹൃത്തുക്കൾക്ക് വാട്സപ്പിലൂടെ ഒത്തിരി മെസ്സേജുകൾ അയക്കാറുണ്ട്. ഈ കഴിഞ്ഞൊരു ദിവസം ഒരു സുഹൃത്ത് ഇങ്ങനെ ഒരു സംശയം വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ചോദിക്കുകയുണ്ടായി, എങ്ങനെയാണ് എംപ്റ്റി മെസ്സേജ് നമുക്ക് വാട്സപ്പിലൂടെ അയക്കാനായിട്ട് സാധിക്കുക, അതിനെന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോയെന്ന്. സാധാരണ നാം വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാട്സപ്പിലൂടെ ഒരു വ്യക്തിക്ക് മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലാങ്ക് മെസ്സേജ് അയക്കുവാനായിട്ട് സാധിക്കില്ല. നമുക്ക് അതിനായിട്ട് നാം ചെയ്യേണ്ടി വരിക, ഒരു ഡോട്ടെങ്കിലും ഇട്ടതിന് ശേഷം മെസ്സേജ് അയക്കുവാനേ നമുക്ക് സാധ്യതയുള്ളൂ. ബ്ലാങ്ക് ആയിട്ടൊരു മെസ്സേജ് പോലും നമുക്ക് അയക്കുവാനായിട്ട് സാധിക്കില്ല. എന്നാൽ ഇന്ന് ഞാൻ പറഞ്ഞു തരുന്ന ചെറിയൊരു ആപ്ലിക്കേഷൻ വഴിയായിട്ടുള്ളൊരു ട്രിക്ക് അനുസരിച്ച് നമുക്ക് എംപ്റ്റി മെസ്സേജുകൾ അയക്കുവാനായിട്ട് സാധിക്കും. ഇങ്ങനെ അയക്കുന്നതൊരു പ്രയോജനമുള്ളൊരു കാര്യമല്ല, എന്നാലും ഇതൊരു ജസ്റ്റ് ചില സമയങ്ങളിൽ നമുക്ക് ഏതെങ്കിലും വ്യക്തികൾക്ക് ഒരു മാറ്ററും ഇല്ലാതെ ഒരു ആവശ്യമില്ലാതെ മെസ്സേജ് അയക്കുവാനും അവർക്ക് ഒരുപാട് മെസ്സേജ് വന്നിട്ടുള്ളതായിട്ട് കാണിക്കുവാനും എന്നാൽ മെസ്സേജുകളെല്ലാം എംപ്റ്റി ആയിരിക്കുവാനും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്കാണ് നാം ഇന്ന് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ തീർച്ചയായും മനസ്സിലാക്കി വയ്ക്കുക, ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കി വയ്ക്കുക. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മാത്രം വീഡിയോയുടെ വിവരണത്തോടൊപ്പം ഇതിൻ്റെ ലിങ്ക് വെച്ചിട്ടുണ്ട്, ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ആ ലിങ്കിൽ നിന്ന് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കുക. 2.2 MB സൈസുള്ളൊരു ആപ്ലിക്കേഷനാണ്. പ്ലേ സ്റ്റോറിൽ ഫ്രീ ആയി കിട്ടുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് നമുക്ക് എംപ്റ്റി മെസ്സേജുകൾ അയക്കുവാൻ സാധിക്കുക എന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ട് അയക്കാൻ പറ്റുന്ന ഒരു മെത്തേഡിലാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നിർമ്മിച്ചിട്ടുള്ളത്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എംപ്റ്റി മെസ്സേജിൻ്റെ രീതിയിലുള്ള 2-3 മോഡൽ മാത്രമേ ഇവിടെ കാണാനായിട്ട് സാധിക്കുള്ളൂ. കീഴായിട്ട് നമുക്ക് സെൻഡ് എന്നൊരു ഓപ്ഷൻ കാണുവാനായിട്ട് സാധിക്കും. ഈ സെൻഡ് എന്നുള്ള ഓപ്ഷൻ മാത്രം നാം ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വാട്സപ്പ് അക്കൗണ്ട് ഇവിടെ ഓപ്പൺ ആയി ലഭിക്കും. ഇപ്പോൾ നമുക്ക് ഏത് വാട്സപ്പ് അക്കൗണ്ടിലേക്കാണ് നാം മെസ്സേജ് സെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ അക്കൗണ്ട് സെലക്ട് ചെയ്യുക. തുടർന്ന് സെൻഡ് ഓപ്ഷൻ നൽകുക. സെൻഡ് ഓപ്ഷൻ നൽകുന്ന സമയത്ത് നമുക്ക് ആ ഒരു മെസ്സേജ് ഇവിടെ നിന്ന് സെൻഡ് ആവുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ കീഴായിട്ട് കാണാം ബ്ലാങ്ക് ആയിട്ടൊരു മെസ്സേജ് പോയിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ ഒരു ഡോട്ടോ അല്ലെങ്കിൽ നാം ഒന്നും അക്ഷരങ്ങളൊന്നും എഴുതാതെ ബ്ലാങ്ക് ആയിട്ടുള്ള മെസ്സേജുകളായിരിക്കും ഫോർവേഡ് ആവുക. ഫോർവേഡ് ആകുന്ന സമയത്ത് നിങ്ങളുടെ സുഹൃത്ത് ഈ മെസ്സേജ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവരുടെ മെസ്സേജ് നോട്ടിഫിക്കേഷനിൽ ഒത്തിരി മെസ്സേജുകൾ വന്നതായിട്ട് കാണിക്കും. പക്ഷേ അതിനുള്ളിലൊരു മാറ്ററും അവർ കാണിക്കത്തില്ല. അവർ മെസ്സേജ് ഓപ്പൺ ചെയ്യുന്ന സമയത്തും ബ്ലാങ്ക് മെസ്സേജുകളായിരിക്കും അവർക്ക് ലഭിച്ചിരിക്കുക. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ബ്ലാങ്ക് മെസ്സേജ് അയക്കുവാനായിട്ട് വാട്സപ്പ് വഴി ബ്ലാങ്ക് മെസ്സേജുകൾ അയക്കുവാനായിട്ട് ഈ ഒരു മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു മെത്തേഡ് തീർച്ചയായും ഷെയർ ചെയ്യുക. നാം എല്ലാ അറിവുകളും മനസ്സിലാക്കി വയ്ക്കുക, ഒരു അറിവുകളും നമ്മൾ പാഴാക്കാതിരിക്കുക. മാക്സിമം നിങ്ങൾ മനസ്സിലാക്കുന്ന അറിവുകൾ മറ്റു വ്യക്തികൾക്ക് കൂടി അറിയുന്നതിലേക്കായി ഷെയർ ചെയ്യുക. ഷെയർ ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ പകർന്നു കൊടുക്കുന്നതിലൂടെ മാത്രമേ നമ്മുടെ അറിവുകൾ വളരുന്നുള്ളൂ. ഷെയർ ചെയ്യാൻ നാം മടിക്കുന്നതിലൂടെ നമ്മുടെ അറിവുകൾ, നാം മനസ്സിലാക്കുന്ന അറിവുകൾ മറ്റൊരാൾക്ക് കിട്ടുവാനായിട്ടുള്ള സന്ദർഭം നാമായിട്ട് ഇല്ലാതാക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾക്ക് കിട്ടുന്ന അവസരം പാഴാക്കാതെ ഷെയർ ചെയ്യാനായിട്ടുള്ള മനസ്സ് കാണിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ പ്രോത്സാഹനം അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിമർശനങ്ങളാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളാണെങ്കിലും കമൻറ്റ് ബോക്സ് നിങ്ങൾക്ക് നൽകാവുന്നതാണ്. അപ്പോൾ വീണ്ടും നല്ല നല്ല അറിവുകളും നല്ല നല്ല ആപ്ലിക്കേഷൻസും ഇതര അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ പ്രിയ സുഹൃത്ത് സജി.